ഹായ് ഓൾ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ നമുക്ക് രാവിലെ പള്ളിയിൽ പോകണം. അപ്പോൾ ഞാനൊരു 6 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് ഇങ്ങനെ ഡോറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ശരിക്കും രാവിലെ എണീറ്റ് ഇങ്ങനെ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നത് കാണുന്നത് തന്നെ ഒരു ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ രാവിലെ എണീറ്റ് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ പല്ലൊക്കെ തേച്ചു. നമ്മൾ 6:30-ക്കാണ് കുർബാന. അപ്പോൾ നമ്മൾ റെഡിയായിട്ട് പള്ളിയിലോട്ട് പോവുകയാണ്. ഇന്ന് പള്ളിയിൽ ഒരു പ്രത്യേക പ്രോഗ്രാം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സാറ് നമ്മളുടെ ഇടവകക്കാരനാണ്. അതുകൊണ്ട് നമ്മൾ പള്ളിയിൽ അദ്ദേഹത്തിനൊരു സ്വീകരണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുർബാനയ്ക്ക് ശേഷം അതൊക്കെയായിരുന്നു. അതിനുശേഷം കോഫിയും ലഡുവൊക്കെ നമുക്ക് കിട്ടി. തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ദൈവവചനം കേട്ടോണ്ടാട്ടോ. നമുക്ക് യൂട്യൂബിൽ ഒരു വചന ശുശ്രൂഷയുണ്ട് 5 മിനിറ്റ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെ അത് കേൾക്കും, വചനം എഴുതി വെക്കുകയും ചെയ്യും. അപ്പോൾ അത് നമുക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് കള്ളപ്പവും ഉരുളക്കിഴങ്ങ് കറിയായിരുന്നു, അത് കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് ബീഫ് വാങ്ങിച്ചു. നമ്മൾ ശരിക്കും ഇന്നലെ വാങ്ങിച്ച് കറി ആക്കാനാണ് തീരുമാനിച്ചത്, പക്ഷേ ഇന്നലെ നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ ബീഫ് വാങ്ങിച്ച് റെഡിയാക്കിയാണ്. അപ്പോൾ അതൊരു 2-3 വെള്ളത്തിൽ കഴുകിയെടുത്തു. അവസാനത്തെ വെള്ളത്തിൽ നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി കഴുകി എടുക്കുകയാണ്. സാധാരണ നമ്മൾ ചിക്കനൊക്കെ ആണെങ്കിൽ നമ്മൾ അതുകൊണ്ട് ഒരു 2-3 ഐറ്റമെങ്കിലും ഉണ്ടാക്കി നോക്കും, പക്ഷേ ബീഫ് കൊണ്ട് നമ്മൾ അത്രയൊന്നും ചെയ്യാറില്ല. അതിനുശേഷം നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകും തക്കാളിയൊക്കെ നമ്മൾ ഉപ്പുവെള്ളത്തിലിടുകയാണ്. നമ്മളെപ്പോഴും ഉപ്പുവെള്ളത്തിലിട്ട് കഴുകി എടുത്തിട്ടാണ് നമ്മൾ പച്ചമുളകൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ചെയ്യാറ്. വീട്ടിൽ കിട്ടുന്നതാണെങ്കിൽ നമുക്ക് അത്രയും വിശ്വാസത്തോടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് നമ്മൾ ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ടിട്ടാണ് എടുക്കാറ്. അതേപോലെ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ നമ്മൾ മുന്തിരിങ്ങയൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ അതൊന്ന് ഉപ്പുവെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ബീഫ് വേവിക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റുകയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ സവോളയും ചുവന്നുള്ളിയും, നമ്മുടെ കയ്യിൽ 1.5 കിലോ ബീഫായിരുന്നു. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളൊരു 4 സവോളയും കുറച്ച് ചുവന്നുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി എല്ലാ ബീഫിലേക്കൊന്ന് പറ്റുന്ന രീതിയിലാക്കിയിട്ട് നമ്മൾ അടുപ്പിൽ വേവിക്കുകയാണ്. എല്ലാവർക്കും ബീഫ് വേവാൻ ആവശ്യമായിട്ടുള്ള സമയം അറിയാമല്ലോ, അതിനനുസരിച്ച് വേവിക്കാം. നമ്മൾ ഒരു 3-4 വിസിലാവുന്നതിന് വരെ വേവിച്ചു. പക്ഷേ നമുക്ക് വേവ് കുറച്ച് കൂടുതലായി പോയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ കുറേ ഉപയോഗിക്കാത്ത ഡ്രസ്സുകളുണ്ട്. പഴയ ഡ്രസ്സൊന്നും അല്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതായിട്ടുള്ള ഡ്രസ്സാണ്. ചിലപ്പം സൈസ് കറക്റ്റല്ല, അല്ലെങ്കിൽ ഇറക്കം കുറഞ്ഞു പോയി, അങ്ങനത്തെ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. അപ്പോൾ നമ്മളതൊക്കെ നോക്കി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ കഴുകി എടുക്കാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കാനായിട്ട്. നമ്മൾ കുറേ നാളായിട്ട് അത് ഓർക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കിട്ടിയപ്പോൾ നമ്മളത് ചെയ്യുകയാണ്. നമ്മുടെ കയ്യിൽ കുറേ ബനിയനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഉപയോഗിക്കാൻ പറ്റാത്തവയുണ്ട്, അവർക്ക് കൊടുക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ടൊന്ന് തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കുറച്ച് പൊടി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ആദ്യം പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് നമ്മൾ ചേർത്ത്. നമ്മളുടെ കയ്യിൽ ഗരം മസാല ഇല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഗരം മസാലയും കൂടെ ഈ കൂട്ടത്തിൽ പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ചേർക്കുകയാണ് കേട്ടോ. പെരിഞ്ജീരകം ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ചൂടാകുന്ന സമയത്ത് നമ്മളതിലേക്ക് ഗരം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള തടി, ഗ്രാമ്പൂ എല്ലാം കൂടെ ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, അതേപോലെ മുളക് പൊടി, എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർക്കുക. നമ്മൾ സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർക്കുകയാണ്. അതേ സമയത്ത് നമ്മൾ അപ്പുറത്ത് ഒരു പായസം ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ നമ്മൾ പാൽ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളുടെ ഇതിലേക്ക് കുറച്ച് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തക്കാളിയുടെ വെള്ളവും കൂടി കുറച്ച് നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് നന്നായിട്ടത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ ബീഫിലേക്ക് ചേർക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരച്ച് മിക്സിയിൽ തന്നെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അങ്ങ് ഒഴിച്ച് നല്ലൊരു മസാല പോക്കിൽ ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ആ പൊടികൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുക.
പിന്നെ അതൊന്ന് മിക്സ് ആവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല ഒരു മസാല പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നമ്മളുടെ ബീഫിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ ബീഫ് കാണുമ്പോൾ അറിയാം കുറച്ചൊന്ന് വേവ് കൂടിപ്പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇതും ഇഷ്ടമാണ്. നമുക്ക് അങ്ങനെ ഒത്തിരി കട്ടായിട്ട് കളക്കണമെന്നൊന്നുമില്ല. കുറച്ചിങ്ങനെ ആയാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ സേമിയ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ചൂടാക്കാത്ത സേമിയ ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് പാലിലേക്ക് ചേർക്കണം. ശരിക്കും സൈഡിൽ കുറേയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ മാക്സിമം എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് പാലിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കശുവണ്ടി ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കേണ്ടതുണ്ട്. നമ്മൾ കുഞ്ഞ് കഷ്ണമാക്കി മുറിച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ച് അതും കൂടെ നമ്മളൊന്ന് വറുത്തെടുത്തു. ഇനി നമുക്ക് ബീഫിലേക്ക് പച്ചമുളക് ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ പാനിൽ എണ്ണ ഒഴിച്ച് പച്ചമുളകൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതും കൂടെ നമ്മുടെ ബീഫിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം TV കണ്ടു. CID മൂസയായിരുന്നു. എത്ര കണ്ടാലും മടുക്കാത്തൊരു സിനിമകളിൽ ഒന്നാണ് നമ്മുടെ CID മൂസ. ഇനി നമ്മൾ ഉച്ചയ്ക്ക് ചോറ് നമ്മളുണ്ടാക്കിയ ബീഫ് കറിയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് വെളിയിലൊരു മാങ്ങ വീണിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്. നമുക്ക് ഒത്തിരി പഴുത്ത മാങ്ങ കിട്ടുന്നുണ്ട് കേട്ടോ. പണ്ട് കുഞ്ഞിലും ഇവിടെ മാവില്ലായിരുന്നു. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു, ഒരു മാങ്ങ പോലും വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ വലുതായപ്പോഴത്തേക്കും ഒത്തിരി മാങ്ങ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളൊന്ന് വെളിയിലേക്ക് പോവുകയാണ്. നമ്മളൊരു ബന്ധുവീട്ടിൽ പോവുകയാണ്. അവിടെ ഒരു കുഞ്ഞുവാവയുണ്ട്. അപ്പോൾ നമുക്ക് പായസം കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴേ ഇവനിങ്ങനെ ഓടി വരും കേട്ടോ. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ അവൻ ഒരു കല്ലെടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലങ്ങ് വെക്കുകയാണ് കേട്ടോ. വന്നു കഴിഞ്ഞാൽ അവൻ ഉടനെ വണ്ടിയിൽ കയറണം. നമ്മൾ അവനെയും കൊണ്ട് കുറച്ച് വണ്ടിയിലൊന്ന് ഓടിക്കണം കേട്ടോ. അപ്പോൾ അവൻ കയറിയിരുന്നു, അവൻ അടങ്ങിയിരുന്നോളും കേട്ടോ. നമുക്ക് പേടിക്കുകയൊന്നും വേണ്ട. പിന്നെ നമ്മൾ മുറ്റത്തോടല്ലേ ഓടിക്കുന്നുള്ളൂ, അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. അതേപോലെ അങ്ങ് അടങ്ങിയിരുന്നോളും. പിന്നെ എപ്പോഴും വരുമ്പോൾ നോക്കും, നമ്മുടെ വണ്ടിയുടെ താക്കോൽ അവന് വേണം. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവനും ചെയ്യണം. വണ്ടി തുറക്കുന്നത് അവനായിരിക്കണം. പിന്നെ പായസത്തിന് ചെറിയ ചൂടുണ്ടായിരുന്നു, നമ്മൾ കൊച്ചിൻ്റെ കൊടുത്തില്ല കേട്ടോ. നമ്മൾ തന്നെ എടുത്തുകൊണ്ട് പോരുകയാണ് ചെയ്തത്. പിന്നെ നമ്മളെന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഈ കുഞ്ഞിൻ്റെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം നമുക്ക് അത് കാണുമ്പോൾ തന്നെ നമ്മൾ ഒത്തിരി ഹാപ്പി ആകും. അപ്പോൾ അവന് പായസം ഒത്തിരി ഇഷ്ടമുള്ളതായതുകൊണ്ട് നമ്മൾ പായസം അവന് കൊണ്ടുപോയി കൊടുക്കുന്നു കേട്ടോ. പിന്നെ അവിടെ ഇരുന്ന് നമ്മൾ കൊച്ചിന് അത് കൊടുത്തു. അതിനുശേഷം അവൻ്റെ കൂട്ടത്തിൽ കുറേ നേരം കളിച്ചു. നമ്മൾ മടുത്താൽ അവനൊരു മടുപ്പുമില്ല. ഭയങ്കര എനർജിയിലാണ് കുഞ്ഞു പിള്ളേർ കളിക്കുന്നത്. പിന്നെ നമ്മൾ വൈകുന്നേരം ഹോർലിക്സാണ് കേട്ടോ കുടിച്ചത്. പിന്നെ രാത്രി നമുക്ക് ബിഗ് ബോസിൻ്റെ ഫിനാലെ കണ്ടുകൊണ്ട് നമ്മൾ നേരത്തെ കുളിച്ച് റെഡിയായിട്ടൊരു ഫേസ് വാഷ് അപ്ലൈ ചെയ്യുകയാണ്. സാധാരണ നമ്മൾ ചെറുപയർ പൊടിയാണ് പൊടിച്ചിടാറ്. പക്ഷേ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഇടാറില്ല, മുഖം ഡ്രൈ ആയി പോകും. അതുകൊണ്ട് ഇടയ്ക്ക് ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ഫിനാലെയൊക്കെ കണ്ടുകൊണ്ട് ചോറ് കഴിച്ചപ്പോൾ ചോറ് നമുക്ക് അച്ചാറും സവാളയും ബീഫും പിന്നെ കുറച്ച് കഞ്ഞിവെള്ളവും കൂടി എടുത്ത് കുടിച്ചു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ ഡേ ഇൻ മൈ ലൈഫ്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.